ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓശാന ഞായറാഴ്ചയ്ക്കായി നാം ഒരുങ്ങുകയാണ്. ഓശാന ഞായറാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈശോയുടെ രാജകീയ പ്രവേശനമാണ്. അവരോട് ആരും തന്നെ പറഞ്ഞിട്ടല്ല ഈശോയെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങിയത്. കൈകളിൽ ഒലിവിൻ ചില്ലകളും അവരുടെ വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരിക്കുകയും വളരെ സന്തോഷത്തോടെ ക്രിസ്തുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അവർ ക്രിസ്തുവിനെ എതിരേറ്റത് വളരെ പ്രതീക്ഷകളോടെയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന യഹൂദ ജനതയ്ക്ക് ക്രിസ്തു ഒരു പ്രതീക്ഷയായി തീരുന്നതാണ് ആ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. എപ്രകാരമാണ് ക്രിസ്തു അവർക്ക് ഒരു പ്രതീക്ഷയാകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്ന ഒരു ഈശോയെ നമുക്കവിടെ കാണാൻ സാധിക്കും. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, അവരോടൊപ്പം ആയിരിക്കുന്ന ഒരു ഈശോയെ അവർക്ക് തീർത്തും ഒരു പ്രതീക്ഷയാകുകയാണ് ക്രിസ്തു. ഈ പ്രതീക്ഷ തന്നെയാണ് ഓശാന ഞായറാഴ്ചയുടെ മാനദണ്ഡവും. ക്രിസ്തു അവർക്കൊരു പ്രതീക്ഷയായി മാറി. സാധാരണക്കാരിൽ സാധാരണക്കാരന് ഒരു പ്രതീക്ഷ. ഇത് തന്നെയാണ് നമ്മുടെ പ്രമേയവും. എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ മൃതരായ ജീവിതത്തോട് വിട പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനത്തിന് പ്രതീക്ഷയാകാൻ കഴിയുന്നുണ്ടോ? അവർക്ക് ആശ്വാസമായി തീരാൻ കഴിയുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. ഈ ഓശാന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഒരു ക്രിസ്തുവായി മാറുന്നെങ്കിൽ അത് തന്നെയായിരിക്കും ഈ ലോകത്തിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ആശ്വാസം.